ബാസിം എപ്പോഴാണ് പ്ലേറ്റ് ആയത്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് വേണമല്ലോ, അങ്ങനെ ബാസിം പ്ലേറ്റ് ആയി. വിശക്കുമ്പം കഴിക്കുന്ന സാധനമാണ് ഭക്ഷണം. ഭക്ഷണം അതിനപ്പുറം എന്ത് നിർവചനമാണ് ബാസിം കൊടുക്കുക? സന്തോഷം എന്ന് പറയാം. ഞാൻ മലപ്പുറത്താണ്. എൻ്റെ വീട്ടിലെ ആളുകൾ സംസാരിക്കുന്ന, സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അതേ സ്ലാങ്ങിൽ സംസാരിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നാറ്റമുള്ള പഴം എന്നും പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടല്ലോ. നല്ല സ്മെല്ലാണ്. അതൊരു 50x പവറിലുള്ള സാധനമാണ്. ഭക്ഷണം സെർവ് ചെയ്യുന്ന താഴത്തൊക്കെ പല എലി ചത്ത് കിടക്കുന്നതൊക്കെ ഉണ്ടാവും. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പകുതി കഴിക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഷാജിയേട്ടാന്ന് പറയുമ്പോൾ. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. നമ്മൾ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണത്തെക്കുറിച്ച് കഴിച്ച് കണ്ട് അതിനോട് കൊതിയൂറുന്ന രീതിയിൽ മലയാളിയെ കൊതിപ്പിക്കാൻ തുടങ്ങിയൊരു വ്യക്തിയാണ് ബാസിം. ബാസിം നമസ്കാരം. നമസ്കാരം. ഹായ്. ഹായ്. അപ്പം സുഖം. ഫസ്റ്റ് ചോദ്യം ഇത്ര സിമ്പിളാണ്. ബാസിം എപ്പോഴാണ് പ്ലേറ്റ് ആയത്? ബാസിം പ്ലേറ്റ് ആയിട്ട് ഒരു 8 വർഷത്തോളമായി. അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ബാസിം പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ തുടക്കുന്നത്. അതായത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഭക്ഷണവും കഴിക്കാൻ പ്ലേറ്റ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിങ് തുടങ്ങുന്ന സമയത്ത് ഈ മേഖല അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല. കേരളത്തിൽ ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഒരു 8 വർഷം 7 വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഞാൻ പഠിച്ച വാഗമണ്ണാണ്. ആ ഒരു കാട്ടിൽ നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ടെക്സ്റ്റായിട്ട് കൊടുക്കുക. അന്ന് ബ്ലോഗ് എഴുതായിരുന്നു, വീഡിയോസൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിടും. നമ്മൾ ഓരോ ഇവിടെ പോയി ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് കുറിപ്പ് എഴുതും. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ടിക്ടോക്ക് വന്നു. ടിക്ടോക്കിൻ്റെ വീഡിയോസ് അങ്ങനെ കയറി അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരു പേര് അന്ന് ബാസിം എന്നായിരുന്നു പ്രൊഫൈലിൻ്റെ പേര്. അത് പിന്നെ ഭക്ഷണത്തിൻ്റെ പേജ് ആക്കിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് വേണമല്ലോ, എല്ലാത്തിനും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് വേണമല്ലോ. അപ്പം അങ്ങനെ ബാസിം പ്ലേറ്റ് ആയി. അങ്ങനെയാണ് പേജ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ജീവിതമാർഗ്ഗമാകും, വരുമാന മാർഗ്ഗമെന്ന് എപ്പോഴാണ് ബാസിം തിരിച്ചറിഞ്ഞത്? അത് ഒരു തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ. 2 വർഷം കഴിഞ്ഞു? അതെ, 2.5 വർഷം കഴിഞ്ഞപ്പോൾ. ഏത് ഇയറിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ വീഡിയോ? എങ്ങനെ ഏത് ഇയറിൽ പഠിക്കുമ്പോഴാണ്? ഞാൻ 2017 MBA പഠിക്കുന്നത് വാഗമണിലാണ്. ആ സമയത്താണ് നമ്മൾ ഈ പേജ് തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ ഒരു സംഭവം. അപ്പോൾ കോളേജിൽ പ്ലേസ്മെൻറ്റും ജോലിയൊന്നും ഒന്നും പോയില്ല ഞാൻ. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് കരുതി അങ്ങനെ കുറേ വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അന്നേ നമുക്കറിയാലോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്നൊക്കെ അറിയാം. പക്ഷേ അത്ര എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്തത്. പക്ഷേ പിന്നെ അങ്ങനെ ഇതിലേക്ക് എത്തി. അപ്പം അത് കഴിഞ്ഞ് സാമ്പത്തികമാവാൻ തുടങ്ങി. അതെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വിശക്കുമ്പം കഴിക്കുന്ന സാധനമാണ് ഭക്ഷണം അല്ലേ? അതിനപ്പുറം എന്ത് നിർവചനമാണ് ബാസിം കൊടുക്കുക? സന്തോഷം എന്ന് പറയാം. അതായത് വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് ഭക്ഷണം. അതെ. ഇപ്പോൾ എല്ലാവരും പറയും, നമ്മളെ വീഡിയോസിലെ കമൻറ്റ് ബോക്സ് ഇഷ്ടംപോലെ വരുന്നത് നീ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ് കേൾക്കുന്ന കമൻറ്റ് ഇഷ്ടംപോലെ വരും. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി തിന്നു, നീ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതാണ്. അതായത് ഇപ്പം അതിപ്പോൾ ഈ ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടല്ല കേട്ടോ. അതിന് മുമ്പ് കോളേജ് പഠിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീട് മലപ്പുറമാണ്. മലപ്പുറത്തുനിന്ന് നിയർ ബൈ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കോഴിക്കോട്ടിന് KSRTC ബസ് കയറി ഭക്ഷണം കഴിച്ച് അടുത്ത ബസ് മേടിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരുപാട് സമയം ഉണ്ടായി. നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഇന്ന് ഇവിടെ UAE ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവരുടെ കൂടെയാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകാറ്. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ തൊടുപുഴയാണ്. നമ്മുടെ അവിടെ നിന്ന് കൂടുതൽ കപ്പയെല്ലും അപ്പവും മീനും അല്ല അപ്പവും ബീഫും. നിങ്ങളവിടുത്തെ ഏഷ്യാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലും കപ്പയ്ക്ക് ഏഷ്യാട് അവിടെ പറയാറുണ്ട്. എല്ലും കപ്പ നമ്മുടെ തൊടുപുഴയിൽ ഒരു ഇത്താൻ്റെ കടയിൽ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിൽ കുറച്ച് ഉള്ളോട്ട് കയറിയിട്ട് ഒരു സൈഡിലായിട്ട് അവർ ഇച്ചിരി കറുപ്പ് നിറത്തിലുള്ള കപ്പ. അയ്യോ, ഒന്ന് ബേസിക്കലി ബാസിമയുടെ വന്നിരിക്കും മുതൽ വയൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ വയൽ വെള്ളം വരുന്നുണ്ട്. നമ്മൾ ഈ സ്ഥിരം കാണുന്ന, അതായത് നമുക്കൊരു ഭക്ഷണം ഇഷ്ടമാണ് എന്ന് അതിനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എടുത്ത് കാണുന്ന പേജാണ് ബാസിമിൻ്റെ. ഇപ്പോൾ ബാസിം യാത്രകൾ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ നമ്മുടെ ചെറുപ്പത്തിൽ പറയുമ്പം നിങ്ങളെക്കാളും കുറച്ചും കൂടി സീനിയറാണ്. ഞങ്ങളൊക്കെ ആദ്യം SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണമാണ് കേട്ടത്, ആഫ്രിക്കയിൽ പോയതൊക്കെ. ഈ ബാസിം അങ്ങനെ ആരെയായിരിക്കും മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇത് കൊള്ളാം ഇതേപോലെ ആയാലോ എന്ന് അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മോട്ടിവേഷൻ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. കാരണം പണ്ടൊക്കെ നമ്മൾ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം, വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എബിൻ ചേട്ടനൊക്കെ ഉണ്ട്. നമ്മളെ ഫുഡിൻ്റെ വീഡിയോ ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് എബിൻ ചേട്ടൻ ഫുൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എബിൻ ചേട്ടൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലെ ചെയ്യാൻ എന്താ രസമുണ്ട്. ഞാൻ അതുപോലെയൊക്കെ ചെയ്തു. അതുപോലെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇതിപ്പോൾ എബിൻ ചേട്ടനെ പോലെ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തു സ്റ്റാൻഡേർഡ് രീതിയിൽ നല്ല ഭാഷയിൽ ചെയ്തപ്പോൾ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതിപ്പോൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ഒരാളും കൂടി വന്നു എന്നേ നമ്മൾ കരുതുള്ളൂ. നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, ഞാൻ മലപ്പുറത്താണ്, എൻ്റെ വീട്ടിലെ ആളുകൾ സംസാരിക്കുന്ന, സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അതേ സ്ലാങ്ങിൽ സംസാരിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത്. നമ്മളെ വീഡിയോസൊക്കെ ഒരു മലപ്പുറം സ്ലാങ്ങിലാണ്. അങ്ങനെ ചെയ്തപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെയാണ് നമ്മളെ വീഡിയോസ് എല്ലാം നോർമലി കാണുന്നതിൻ്റെ ഫുള്ള് വൈറലായി വന്നത്. ചെറുപ്പത്തിൽ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഉമ്മയോട് പറയും, അമ്മ എനിക്ക് ഇന്ന ഫുഡ് വേണം. അപ്പോൾ ഏറ്റവും നല്ല ഷെഫ് ഉമ്മയായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. എത്രത്തിലും ഉപ്പ അതുപോലെ ഭക്ഷണം ഉണ്ടാക്കും. ഉപ്പയുണ്ടാക്കും. വളരെയധികം. ഉപ്പയ്ക്ക് എന്താ തൊഴിലായിരുന്നത്? ഉപ്പ റിട്ടയർഡ് കോളേജ് പ്രൊഫസർ, അന്ന് സമയത്ത് പ്രൊഫസറായിരുന്നു. ഓക്കെ. ഉമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. എൻ്റെ ബ്രദറും നന്നായിട്ട് ഉണ്ടാക്കും, രണ്ടാമത്തെ ബ്രദർ. എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഭക്ഷണം വഴക്കുണ്ടാക്കും. അറിയുള്ളൂ. ഞാൻ കഴിക്കും, വഴക്കുണ്ടാക്കും. അതെ അവർ ഭക്ഷണം ഉണ്ടാക്കും. അതെ. പറഞ്ഞു ഉമ്മയുടെ. അപ്പം ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ചുമ്മാ എടുക്കണതാണോ അത് ഉമ്മയുടെ ഭക്ഷണം നല്ലതാണ്, അതിനെക്കുറിച്ച് പറയാമോ? എങ്ങനെ അല്ല, തുടക്കം ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ച വാഗമണ്ണാണ്. അപ്പോൾ വാഗമണ്ണൊക്കെ പഠിച്ച സമയത്ത് നല്ല ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ, കോളേജിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു മെനു, നമ്മൾ റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ മെനു നമ്മളെ കോളേജിൽ 5 സ്റ്റുഡൻസാണ് ഫിക്സ് ചെയ്യുക, ഒരു കമ്മിറ്റി പോലെ. അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിലൊരാൾ ഞാനായിരുന്നു. ഓക്കെ. അപ്പോൾ മെനു ഒക്കെ ഫിക്സ് ആക്കി ഞാനും ഇപ്പോൾ നമ്മളെ സുഹൃത്തൊക്കെ ഉണ്ട്, സീനിയറൊക്കെ ഉള്ള ആളുണ്ട്. അപ്പോൾ ആളും അങ്ങനെയൊക്കെ എന്ന് ചെയ്തിരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഭക്ഷണം ഫിക്സ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ നമ്മൾ ഓരോ ഭക്ഷണം പലയിടത്തും പോയി കഴിക്കുമ്പോൾ ഇതിവിടെ വെക്കാം, കോളേജിൽ വെക്കാമെന്നൊക്കെ നോക്കും. പക്ഷെ അത് നടന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കും. വീഡിയോസും പോസ്റ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ ഈ ഭക്ഷണം ഉണ്ട്, ഒന്ന് പോയി ട്രൈ ചെയ്ത് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തും. കോളേജിന് നിയർ ബൈ ഉള്ള കുട്ടികൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് പേജ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കപ്പ കഴിച്ചൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അതുപോലെ നിങ്ങളെ വെങ്ങല്ലൂർ എന്ന സ്ഥലത്തൊരു തേങ്ങയുടെ സൈസിലെ ലഡു കൊടുക്കുന്ന സ്ഥലമുണ്ട്, അറിയോ? പിന്നെ ഓക്കെ. അപ്പോൾ അവിടെ പോയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ആ സമയത്ത് പോയി. ബൈക്ക് എടുത്ത് ഇറങ്ങും. ബൈക്ക് എടുത്ത് ഇറങ്ങും, അല്ലെങ്കിൽ ബസ്സിന് തന്നെ പോകും. കാരണം മൂലമറ്റം അങ്ങനെ കഴിഞ്ഞ് ഒരുപാട് കറങ്ങിയാലും 40 കിലോമീറ്റർ 1.5 മണിക്കൂർ ബസ്സിലിരുന്നാലാണ് ഇവിടേക്ക് എത്തുക. അതെ അതെ. മൂലമറ്റം കൂടി ഇറങ്ങി വരും. അതെ അതെ. ഇടുക്കി ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടോ? ഇടുക്കി ഭാഗത്ത് ചെറിയ കടകളിൽ, അവിടുത്തെ കടകളിൽ കുഞ്ഞ് നല്ല ബീഫ്, കുഞ്ഞ് പാത്രത്തിൽ ബീഫ് കറി കിട്ടും. നല്ല കിട്ടും. ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇടുക്കിയെ സംബന്ധിച്ച്, ഞാൻ മലപ്പുറം കോഴിക്കോട് വന്ന് അവിൽ മിൽക്ക് കഴിക്കുക, പാലത്തിന്റെ അടിയിലെ കടയിൽ നിന്ന് സർബത്ത് കുടിക്കുക, പാരഗണിലെ ക്യൂ നിന്നിട്ട് ബിരിയാണി കഴിക്കുക. എന്നിട്ട് എനിക്ക് തോന്നുന്നു പാരഗണിലെ ബിരിയാണി ബാബുക്കട പാട്ടുന്നൊരു ഡോക്യുമെന്ററി എൻ്റെ ഫ്രണ്ടിനെ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ എന്തൊക്കെയല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു ബസ് കയറി പോകുന്നത്, അതായത് നമ്മൾ KSRTC ബസ്സിന് ചെറിയ പ്രായത്തിൽ, അതെ 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്ത്, ഒന്നും വീട്ടുകാർക്കൊന്നും അറിയില്ല നമ്മളങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ. അതായത് ചില സമയത്ത് കോളേജ്, പിന്നെ +2 കഴിഞ്ഞാൽ ഡിഗ്രി നാട്ടിനടുത്തുള്ള കോളേജ് പഠിച്ചപ്പോൾ കോളേജിലൊന്നും പോയിട്ടില്ല. ചില ദിവസം ക്ലാസ് കട്ട് ചെയ്യും. രാവിലെ യൂണിഫോം ഇട്ടിട്ട് നമ്മൾ പോവുക, തിരിച്ച് വീട്ടിലേക്ക് യൂണിഫോം ഇട്ട് പോകുമ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് ഇത് കൊള്ളില്ല, പക്ഷേ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് നല്ലത്? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. അത് ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, അതായത് നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സ്, നമ്മൾ പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നതാണ്. പ്രൊമോഷൻസ് ചെയ്യുമ്പോഴൊക്കെ അവർ വിളിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് നല്ല സാധനങ്ങൾ മാത്രം പറയും, അല്ലാത്ത ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് വീട്ടിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറയും. ഞാൻ അവരോട് പറയുന്നത്, ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഒരാളുടെ താല്പര്യമാണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഭക്ഷണം ഇഷ്ടപ്പെടാതിരിക്കുക പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോന്നാണ്. ഇപ്പോൾ എനിക്ക് നല്ല എരിവ് ഇഷ്ടമില്ലാത്ത ആളാണ് സപ്പോസ്, എൻ്റെ കൂടെ ഉള്ള ആൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, എനിക്ക് എരിവ് കഴിച്ചിട്ട് നല്ല എരിവ് കൂടിയ ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് എരിവാന്ന് നമ്മൾ ഒഴിവാക്കും. നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് നന്നായി കഴിക്കും ആൾ. അത് ഡിപ്പെൻസ്, ഒരു പരിധി വരെ അങ്ങനെയാണ്. അത്രയും മോശമായ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇതിലൊക്കെ ഓരോരുത്തരുടെ മൂഡ്, പ്രിഫറൻസ് ഓരോന്നുണ്ട്, ഓരോ ടേസ്റ്റ് ബഡ്സ് എല്ലാം അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ പറയാറുണ്ട്, ഇഷ്ടപ്പെടാത്ത സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഓപ്പണായിട്ട് പറയും. അതിപ്പോൾ 4-5 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഡിഷ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഓപ്പണായിട്ട് പറയും. ഇപ്പോൾ ട്രാവൽ ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ പോയി ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് പെയ്ഡ് ആയിരിക്കില്ലല്ലോ? അല്ലല്ല. അപ്പം അത്തരത്തിൽ ഏത് രാജ്യത്തെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വന്നത് ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു പുലാവാണ്.
പിലാഫ് എന്നാണ് അതിന് പറയാം. നമ്മുടെ നാട്ടിൽ പുലാവ് എന്ന് പറഞ്ഞ റൈസ്, പുലാവ് റൈസിൽ അത് കുക്ക് ചെയ്യുന്നതിന് ഓയിലിലാണ്. നമ്മൾ വെള്ളത്തിലാണ് അരി ഇടുക, അവർ എണ്ണയിലാണ് അരി ഇടുക. അത്രയും ഓയിലായിട്ടാണ് അവർ ചെയ്യുന്നത്. വലിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ ചെമ്പ് പറയില്ലേ, ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞാൽ ആ ചെരുവത്തിന് ഇത് ചെരുവ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് നമ്മൾ പിരിക്കുന്ന റൂമിൻ്റെ അത്ര സൈസ് ഉണ്ടാവും. അതിൽ ഫുള്ള് മീറ്റൊക്കെ ഇട്ട് റൈസൊക്കെ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക. ഒരു അത് കുതിരയുടെ മീറ്റാണ്. അതെ, ഹോസ് കുതിരയുടെ ഉണ്ട്, പിന്നെ ബീഫ് വരുന്നുണ്ട്, ചിക്കനൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് കുതിരയാണ്. അവർ നമ്മുടെ നാട്ടിലെ കുതിര റൈഡ് ചെയ്യാനൊക്കെ ആളുകൾ പോവുക, അവിടെ അവർ മീറ്റായിട്ട് കഴിച്ചോ? ഞാൻ കഴിച്ചു നോക്കി. എങ്ങനെയാ കുതിരയുടെ മാംസം? നമ്മുടെ ഒരു ബീഫ് കഴിക്കുന്ന പോലെ. കട്ടിയൊന്നുമില്ല, ഡിപ്പെൻസ് ഓൺ ദ മീറ്റാണ് അത്. എന്തൊക്കെ തരത്തിലുള്ള മാംസം കഴിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കാം, പാമ്പ്? അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ഇല്ല കഴിച്ചിട്ടില്ലേ? നമുക്ക് ചിലതൊക്കെ മതപരമായിട്ട് കഴിക്കാൻ പറ്റാത്തതുണ്ട്. തവള മാത്രമേ അതെ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. തവളയോ? അതെ, തവള കഴിക്കാൻ പാടില്ല. ഇല്ല ഞാൻ കഴിച്ചിട്ടുണ്ടോ? തവള ഞാൻ കഴിച്ചിട്ടുണ്ട്. മുയല്? കഴിച്ചിട്ടുണ്ട്. മുയല് കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മാനിനെ കഴിച്ചിട്ടുണ്ട്. ആമ കഴിച്ചിട്ടില്ല. ആമ നല്ല ടേസ്റ്റ്. അതെ, ആമ ഫ്രൈ അടിപൊളിയാ. അതെ. വേറെ അല്ല, കാര്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനും പിന്നെ സീ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. ആണോ? പിന്നെ മട്ടനും ഇഷ്ടമാണ്, പിന്നെ ബീഫും ഇഷ്ടമാണ്. ഡയറ്റൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം ഇപ്പം ബീഫ് ഞാൻ ആഴ്ചയിൽ ഒന്നേ കഴിക്കൂ അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നല്ല പ്രായം എനിക്ക് ആയിട്ടില്ല. അല്ല, അത് ചില സമയത്ത് യൂറിക് ആസിഡിന് ചില ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്ന് കുറയ്ക്കും. ഹോട്ടലുകാർ വിളിക്കുമല്ലോ, ബാസിമ ഇത്ര രൂപ ഈ ഹോട്ടലിൽ ചെയ്യണം ബീഫാണ്, ആണ് യൂറിക് ആസിഡാണ്, വരാൻ പറ്റില്ല, അങ്ങനെ പറയുമോ? അങ്ങനെ പറഞ്ഞില്ല. ആ സമയത്ത് മറക്കല്ലോ, ക്യാഷ് ഉണ്ടല്ല. അപ്പം ആലോചിക്കുക, ഭക്ഷണം നമ്മൾ ടേസ്റ്റ് വെക്കാനല്ല, നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാനുള്ളൂ. ക്വാണ്ടിറ്റി കുറക്കും. അപ്പോൾ ഇപ്പോൾ ഈ ടേസ്റ്റ് നോക്കുമ്പം ബാസിമിന് തോന്നാറുണ്ടോ ഇതിൽ ഇത്ര മസാല കൂടുതലാണ്, ഇത്ര കുറവാണ്? ബാസിം ഒരു ഷെഫ് അല്ലല്ലോ. അല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ രുചി വൈഭവങ്ങളെ ബാസിം എങ്ങനെ മനസ്സിലാക്കുക? അതായത് നമ്മളെ ടേസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്. അതിപ്പോൾ കഴിച്ചിട്ടിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് കഴിച്ചതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കഴിച്ചിട്ട് ഓക്കെ നമുക്ക് ഇത്രയാണ് തോന്നിയത്, ആ ഒരു അഭിപ്രായം നമ്മൾ പറയും. കാരണം നമ്മളത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഒന്നുമല്ല. ഇവൻ എത്ര ആയാലും മോർ ദാൻ നമ്മളൊരു ഫുഡിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ വ്ളോഗറാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഫുൾ ടൈം വ്ളോഗർ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡി എന്ന് വിളിക്കുന്നതാണ്. ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പോയ രാജ്യങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പോൾ GCC ഒരുവിധം പോയിട്ടുണ്ട്. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനത്തെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, സെൻട്രൽ ഏഷ്യയിൽ. ഇപ്പം നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചല്ലേ, നമ്മളുടെ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന രുചി, ഇവിടുത്തെ ഹോട്ടലുകൾ, ഇതല്ലാതെ ഈ മസാലകളൊന്നും ഇല്ലാത്ത ഫുഡുകൾ കാണുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ റീസെൻ്റ്ലി ഉസ്ബെക്കിലായിരുന്നു. ഉസ്ബെക്കിൽ മസാല എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ഒരു മസാലയില്ല. അവിടെ ഒരു മട്ടൻ്റെ ഡിഷ് ഉണ്ട്, മട്ടൻ തന്തൂർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ വന്ന് പോയി കഴിച്ചത് അവിടെ പറഞ്ഞാൽ ഒരു ക്ലേ ഓവനിൽ നമ്മൾ തന്തൂരൊക്കെ ചെയ്യുന്ന പോലെ ഒരു വലിയ പിറ്റ് പോലത്തെ അതിൽ മട്ടൻ വെച്ചിട്ട് അതിലേക്ക് എന്തോ ഒരു ഇല പോലെ ഒരു സാധനം അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു സ്പൈസസും ഒരു ചെറിയത് കൊടുക്കുക, നമ്മുടെ വേപ്പിലൊക്കെ പോലെ അവിടുത്തെ ആളുകളുടെ ഒരു ഇലയും, പിന്നെ കുറച്ച് റെഡ് ആയി കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പ് മേലെ സ്പ്രിങ്കിൾ ചെയ്യും. കഴിഞ്ഞു. ഞാൻ ഇത് കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, അതിന് പിടിക്കാത്തൊരു സാധനം ആയിരിക്കില്ലേ? അങ്ങനെയല്ല, നമുക്ക് അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അത് രസമുണ്ടല്ലോ, ഇത് ഇന്ന് പുതിയൊരു സാധനം കിട്ടി, ഇത് കഴിക്കുമ്പോൾ കൊള്ളാലോ, അങ്ങനെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മളെ സൗത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ ഏറ്റവും കൂടുതൽ മസാല ഉള്ളത്. അതിപ്പോൾ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ എത്ര പൊടി വേണം, അതിൽ എത്ര സാധനം വേണം. ഇവിടെ തന്നെ എത്രയോ പേര് ഒന്നും ഇല്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, നീ പറഞ്ഞ ഹോട്ടലിൽ പോയി ഞാൻ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഈ 100-ലധികം പേര്. അവരോടൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിക്കും, ബാസിമ ഈ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, പൈസ വാങ്ങി വീഡിയോ ഇട്ടിട്ട് 5 പൈസക്കില്ല ഫുഡ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വിഷയം എന്താ അറിയോ, ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റുകാർ നമ്മളെ വിളിക്കും, അപ്പം നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇവർ ഇതേ ക്വാളിറ്റി കൊടുക്കുന്നില്ല. ഇവർ ചിലപ്പോൾ ബാസിമ വന്നിക്കാം, ഷൂട്ടിന് വന്നിക്കാം, ബാസിമ നന്നാക്കി ഭക്ഷണം കൊടുക്കുക. മറ്റ് നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ഒരുപാട് ആളുകൾ വരുമ്പോൾ ഇവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടായി കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോൾ ബാസിമ ഇതൊക്കെ എന്ത് ബടായ ബാസിമ വിടണമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ
എനിക്ക് അതിൽ എനിക്കിപ്പോഴും ഒരു പരിഹാരം അതിന് വന്നിട്ടില്ല. അതായത് നമ്മൾ കഴിക്കുമ്പോൾ നന്നായി കിട്ടും, നമ്മൾ നല്ലതെന്ന് പറയും വീഡിയോയിൽ. പക്ഷെ നമ്മളെ വീഡിയോ കണ്ടു പോകുന്ന ആൾ കഴിക്കുമ്പോൾ ഇതാണ് നേരെ തിരിച്ചാണ്. അപ്പോൾ അത് കമൻ്റ് ആയിട്ട് വരാറുണ്ടോ? ഇഷ്ടംപോലെ. ബാഡ് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയോ? ഹേയ് നോ. ഇല്ല. വായിക്കുമോ? വായിക്കും ചിരിക്കും. അങ്ങനെ വായിച്ചൊരു നല്ല ട്രോള് കമൻ്റ് ഒക്കെ എന്ന് പറഞ്ഞേ കോമൺ ആയിട്ട് വരുന്നത് ആ പെയ്ഡ് വീഡിയോ ഒരുപാട് വരും. ഒന്നോടെ പറയണ്ട, ഞാൻ പോയി കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനൊക്കെ ഒരുപാട് പേര് ഇഷ്ടംപോലെ. മരിക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ, ഇപ്പോൾ തട്ടിപ്പോവും. ഇഷ്ടംപോലെ. ബോഡി ഷേമിങ് ഒരുപാട് നേരിടാറുണ്ടല്ലേ? ഓ ഇഷ്ടംപോലെ. എന്താണ് ഒന്ന് പറഞ്ഞേ, അവരോടുള്ള മറുപടി എന്തായിരിക്കും? അതായത് നമുക്കെന്താ അറിയോ, ബോഡി ഷേമിങ് ഒരുപാട് നേരിടുമ്പോൾ അത് അവരവരുടെ കാര്യം അവരോട് നോക്കിയാൽ മതി, സ്വന്തം കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ആരോഗ്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫുള്ളി ഫിറ്റൊന്നുമല്ല, കാരണം നമ്മളെ മേഖല ഇതായതുകൊണ്ട് അങ്ങനെ പോകുന്നു. ബോഡി ഷേമിങ് ചെയ്യുമ്പം സങ്കടം വരാറുണ്ടോ? സങ്കടം ആദ്യമൊക്കെ വന്നിരുന്നു. ഞാൻ പറയാം 8 വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. ഈ പരിപാടി 8 വർഷത്തിൽ ആദ്യത്തെ 1-2 വർഷമൊക്കെ ആളുകൾ കമൻറ്റ് അടിക്കുമ്പോൾ സങ്കടം വരും. കാരണം ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. 40 മുകളിലുള്ളവർ കൂടുതലായിരിക്കും. അതെ, അപ്പോൾ അവർ ഭയങ്കര നെഗറ്റീവ്. എന്തായിരിക്കും അവരുടെ ഈ കോംപ്ലക്സ്? എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ ഒരേ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്താൽ ഞാൻ ഒരിക്കൽ 2 കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് കമൻറ്റ് വായിച്ചു നോക്കി. ഇൻസ്റ്റാഗ്രാം മൊബൈൽ വെച്ച് ഫേസ്ബുക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി. ഫുൾ നെഗറ്റീവ് കമൻറ്റ്സ് ഫേസ്ബുക്കിൽ മാത്രമാണ്. നാരോ മൈൻഡഡ് പീപ്പിൾസ് ഒളിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലായിരിക്കും. ഇവിടെ കുറച്ചുകൂടെ പിള്ളേർ സെറ്റാണ്. അതെ, അവർ പിന്നെയും വലിയ സീനില്ല. അപ്പോൾ പിള്ളേർ സെറ്റ് ഇങ്ങനെ കുറച്ച് പ്രായമായി വന്നു. അപ്പോൾ പിന്നെ ഇച്ചിരി അപ്പോഴും പുതിയ പിള്ളേർ ഇൻസ്റ്റയിലില്ല. സ്നാപ്ചാറ്റ് എന്നൊരു പരിപാടി പുതിയ ഫുള്ള് സ്നാപ്ചാറ്റിലാണ്. അതിൽ ഈ പരിപാടി തുടങ്ങാൻ പറ്റുമോ? അത് ചെയ്യുന്നു. ഇവിടെ UAE ഒരുപാട് പേരുണ്ടല്ലോ. അതിൽ ഈ വ്ളോഗിങ് പരിപാടി ഇടാൻ പറ്റുമോ? ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു ഷിബിന് ഈ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാഞ്ഞു പോകും, വേറെ സീനില്ല, പെണ്ണുപിള്ള പിടിക്കൂലെന്ന്. അതുകൊണ്ടാണ് സ്നാപ്ചാറ്റ് തുടങ്ങിയേക്കണേ. സ്നാപ്ചാറ്റ് സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരുപാട് പേജുണ്ട്. അല്ല എനിക്കല്ല, ഇവിടുത്തെ അറബ്സൊക്കെ അതാ ചെയ്യുന്നത്. കാരണം പ്രൈവസി കൂടുതലാണ്, എന്തോ മെസ്സേജ് പെട്ടെന്ന് കാണില്ല എന്നൊക്കെ പറഞ്ഞു. അതെ അതെ, നമ്മളെ ചില സുഹൃത്തുക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ സ്നാപ്ചാറ്റിലില്ല. ഈ ഭക്ഷണത്തിലുള്ള രുചി പഞ്ചാര ഉള്ളു, പുറത്ത് പഞ്ചാര ഇല്ല. ചില വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ഓ അങ്ങനെ. നമ്മൾ അങ്ങനെയുള്ള പഞ്ചാര ഒന്നുമില്ല. ഇല്ല. ഇനിയിപ്പോ അറിയില്ല കേട്ടോ. എനിക്കെതിരെ ആരോപണം വരും അറിയില്ലല്ലോ. ഞങ്ങൾക്ക് ആരോപണം വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തേക്കാലല്ലേ. നിങ്ങളെ മൂവി വേൾഡില് ഇൻഷാദൊക്കെ അപ്പോൾ ഇത് നല്ല റീച്ച് ഉണ്ടാവും, ഇത് പോസ്റ്റിക്ക് റീപോസ്റ്റ് ചെയ്തോളാൻ പറയും. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നാറ്റമുള്ള പഴം എന്നും പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ദുരിയാൻ. അത് ഏത് രാജ്യത്ത്? മലേഷ്യ. മലേഷ്യ, തായ്ലൻഡ്. പഴം കഴിച്ചോ? ഓ കഴിച്ചു. അപ്പോൾ ഏറ്റവും നാറ്റമുള്ള പഴം എങ്ങനെ കഴിക്കുക? അതിന് ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ ചക്ക ഉണ്ടല്ലോ, ചക്കൻ്റെ ഒരു 10-50 ഇരട്ടി സ്മെല്ല്. ചക്കയ്ക്ക് എന്തായാലും ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ. നല്ല സ്മെല്ലാണ്. അതൊരു 50x പവറിലുള്ള സാധനമാണ്. ടേസ്റ്റ് ഭയങ്കര ഹെൽത്തിയാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ നമുക്കത് മനസ്സിൽ വിചാരിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അപ്പുറത്തുള്ള ഒരുപാട് പേര് ഇത് കഴിക്കുന്ന കാണണം, ഒരു ഫീലായിരിക്കും. ഇത് എങ്ങനെ ഇവർ കഴിക്കണത് അപ്പുറത്തുള്ളവരൊക്കെ. ഒരൊറ്റ കിലോന് 900 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയായിട്ട്. നല്ല ക്വാളിറ്റിക്ക്. അതേപോലെ ഫ്രൂട്ട്സ് എവിടെ നിന്നൊക്കെയാണ് വെറൈറ്റി നമ്മൾ കേൾക്കാത്ത ഫ്രൂട്ട്സ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം? ഫ്രൂട്ട്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളെ മുസ്തഫയൊക്കെ ഉണ്ട്, AK മുസ്തഫക്കാൻ്റെ മാർക്കറ്റിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ ഒരുപാട് സാധനം. ഇപ്പോൾ നമ്മളൊക്കെ മാർക്കറ്റിൽ കാണുന്ന ഫ്രൂട്ട്സ് അല്ല ഫ്രൂട്ട്സ്. എനിക്ക് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ്. മുസ്തഫക്ക അന്ന് എനിക്കൊരു ബോക്സ് നിറച്ച ഫ്രൂട്ട്സ് തന്നു. ഫ്രൂട്ട്സിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ്. അപ്പോൾ നമ്മളിപ്പോൾ ആപ്പിൾ പക്ഷേ മുസ്തഫക്ക എനിക്ക് ന്യൂസിലാൻഡിൽ നിന്നൊരു ആപ്പിൾ തന്നു, റോക്കറ്റ് ആപ്പിൾ. ഒരു ചെറിയ ഒരു ബോക്സിൽ. അത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ് മനസ്സിലാവുന്ന അപ്പോഴാണ്. അതായത് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ആപ്പിൾ, നോർമലി നാട്ടിൽ കിട്ടുന്ന ആപ്പിളും ഇവിടെ നിന്ന് കിട്ടുന്ന ന്യൂസിലാൻഡ് ചെറിയൊരു മിനി ആപ്പിൾ ഉണ്ട്. അങ്ങനെ അത് പിന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ കൊളംബിയൻ്റെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ പല കൺട്രീസിൻ്റെയും മാംഗോസ് ഉണ്ട്, പല സംഭവം. അതായത് എല്ലാ കോമൺ ഫ്രൂട്ടിൽ തന്നെ ഓരോ തരങ്ങളുണ്ട്, പല തരം. ഇപ്പോൾ തായ്ലൻഡിന് തന്നെ ഒരു ഇളനീരുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഇളനീരും അവിടുത്തെ വളരെ മാറ്റമുണ്ട്. ഏതാ ടേസ്റ്റ്? പക്ഷേ എനിക്കിഷ്ടം നാട്ടിൽ തന്നെ ഒന്നും കൂടി ആ ഒരു കുറച്ചൊരു അതൊക്കെ ഇഷ്ടം. നാട്ടിലെ ഇളനീരിന് വിഷടിക്കുമോ? പിന്നെ മറ്റേ വേരറുത്തിട്ട് ഒരു സാധനം കെട്ടിയിടും. അതെ, അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ കറിക്ക് ഓക്കെ ആയിരിക്കും. ഒരുപാട് ഗിവ് അവേസ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേസ് ഈ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള പരിപാടിയാണോ അതോ ക്ലയൻസിനുള്ള മെച്ചമുള്ള പരിപാടികളോ? ഇപ്പൊ ഉമ്മയായിരുന്നു അത്. ഉമ്മയാണ് അത്. ഞാൻ ഉമ്മതേ വരുന്നു, ഗിവ് അവേ ഇടുന്നു,
അപ്പോൾ അത് എന്തിൻ്റെയൊക്കെയാണ്? അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് ഐഫോൺ ഗീവ് ഒരു ട്രെൻഡ് ആക്കിയത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങളാണ് ആ ഇവിടെ ദുബായിൽ? അല്ലല്ല, നാട്ടിലല്ല. അപ്പോൾ അപ്പോൾ അത് ഫോളോവേഴ്സിന് കയറ്റും. അതായത് ഞാൻ ജെനുവിൻ ഫോളോവേഴ്സ് കയറും അല്ലേ? 150K ഫോളോവേഴ്സിൽ എൻ്റെ പേജ് 18 മണിക്കൂറാണ് 500K ആയത്. അപ്പോൾ അത് അന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്ത് ഇന്നോവല്ല മൊബൈലിൻ്റെ ഗീവ്. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് കുറേ ഗീവേഴ്സ് കണ്ടക്ട് ചെയ്തു. പിന്നെ കാറിൻ്റെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് ഇപ്പം എല്ലാം പറഞ്ഞാൽ ഇപ്പോൾ ക്ലയൻസിന് ഇപ്പോൾ ഫോളോവേഴ്സിന് പേജ് ഫോളോവേഴ്സ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഗീവേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളെ പേജ് ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട്. നമ്മളെ പേജിന് പിന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫോളോവേഴ്സ് ഇട്ടിട്ട് പോകാറുണ്ടോ? അൺഫോളോ ചെയ്ത് പോകാറുണ്ടോ? പിന്നെ എന്തുകൊണ്ടായിരിക്കും? അത് ഗീവ് കഴിഞ്ഞാൽ അൺഫോളോ ചെയ്യും ഒരു 10% to 15% മാത്രം. അതൊരു ഈഗോ പരിപാടി ആയിരിക്കും അല്ലേ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി അവനെ ഫോളോ ചെയ്തു. അതെ, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ റീസെൻ്റ് ലാസ്റ്റ് ഒരു പോളോ ഗീവ് കൊടുത്തിരുന്നു ഞാൻ. ഇതെല്ലാം മറ്റേ വേറെ ഏജൻസിയായിട്ട് കണക്ട് ചെയ്തല്ലേ? അതെ അതെ അതെ. ആദ്യം നിങ്ങളെ ഫോളോ ചെയ്യുമ്പോൾ അവരെ ഫോളോ ചെയ്യും. അതെ അതെ. ആദ്യം നമ്മൾ അവരുടെ നമ്മൾ ഫസ്റ്റ് ഐഫോൺ കൊടുത്തപ്പോഴൊക്കെ നമ്മൾ സ്വന്തം കൊടുത്ത നമ്മളെ അടുത്തുണ്ടായ ഫോൺ. സത്യം പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്ന കൂട്ടൊരു ലോട്ടറി പരിപാടി അല്ലേ? അറിയില്ല. പക്ഷെ അപ്പോൾ ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ടാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇല്ല, അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ സർക്കാർ അത്രത്തോളം ഗീവേഴ്സ് ഒക്കെ ഒരുപാട് വരുമ്പോൾ സർക്കാർ അതിനെ പറ്റി അതിൻ്റെ നിയമ പരിപാടികൾ തുടങ്ങാൻ ഏറ്റവും നല്ലതാണ്. കാരണം ഒരുപാട് പേര് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുമില്ല. ഇവിടെ അത് തെറ്റാണ്. ഇവിടെ അതിന് കൃത്യമായ നിയമവശങ്ങളുണ്ട്. കൊടുത്തില്ലെങ്കിൽ ആള് വന്നില്ലെങ്കിൽ മറ്റേ ഏജൻസി ഇവിടുത്തെ ഗവൺമെന്റിനെ ഏൽപ്പിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ? GCC കൃത്യമായ നിയമമുണ്ട്. നാട്ടിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർ ഞാൻ 100K ആയാൽ ഈ കാർ നിങ്ങൾക്ക് തരാം അങ്ങനെ പറയല്ലോ. അപ്പോൾ ഒരു 50, അപ്പോൾ ചില ബുദ്ധിയുള്ളവൻ എന്തായാലും ഫോളോ ചെയ്യൂല. ചില പിള്ളേരെ കണ്ടോ 50K 60K വരെ ഫോളോ ആരാക്കും, എന്നിട്ട് ചെയ്യില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവന് ഫോളോവേഴ്സ് ഒരു 50-60K ആവും ചെയ്തു, പിന്നെ കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ പറ്റിക്കുന്ന ഒരുപാട് പേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സർക്കാർ ഇതിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം കൊണ്ടുവന്നിട്ട് നല്ലതായിരിക്കും. ഇവിടെ ആരെങ്കിലും കേസ് കൊടുത്താൽ കേരളത്തിൽ സർക്കാർ ഇടപെടാറുണ്ടോ? കേരള ഗവൺമെന്റുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു പഞ്ചായത്തിൻ്റെ അങ്ങനെ ഒരു ഇവൻറ്റ്സ്, മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പിന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഇവൻറ്റ്സ് ഇപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ചില ഇവൻറ്റ്സിനൊക്കെ ഓരോന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഹോട്ടൽസിൽ പോയിട്ടുണ്ട്, ഒരുപാട് കല്യാണ പരിപാടികൾ പോകുന്നുണ്ടല്ലോ. ഇത് വിളിച്ചിട്ട് പോകണോ വലിഞ്ഞെറി പോകണോ? വലിഞ്ഞെറി പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ ചില നമ്മുടെ കാറ്ററിംഗ് ക്ലയൻസ് ആയിരുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളൊരു 30-40 കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു 10-15 എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടുകളുടെ കല്യാണമാണ്. ബാക്കിയുള്ള നമ്മളെ കാറ്ററിംഗ് ക്ലയൻസിൻ്റെ കല്യാണമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ വർക്ക് കാണത്തില്ലല്ലോ. അപ്പം ചില ദിവസം ഫ്രീ ആയിരിക്കും. നമുക്ക് വേറെ ബിസിനസ് ഉണ്ട്. എനിക്ക് എന്താ ബിസിനസ്? നമുക്ക് ട്രാവൽ ഏജൻസി ഉണ്ട് ഇവിടെ നാട്ടിൽ. ഏതാണ്? പ്ലാൻ ബി ബൈ ബാസിം പ്ലേറ്റ് എന്നാണ്. പ്ലാൻ ബി ബാസിം പ്ലേറ്റ് ട്രാവൽ ഏജൻസി. ഓക്കെ. അപ്പോൾ അത് നമ്മൾ റിസോർട്ട് ബുക്കിങ്സ്, അതുപോലെ ഇൻ്റർനാഷണൽ ഹോളിഡേയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വെറുതെ അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കുമ്പം ഉമ്മ അടുത്തില്ലാത്ത സമയത്ത് എന്ത് കഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇവനാണല്ലോ, അങ്ങനെ കയറി പോകാറുണ്ടോ? എങ്ങനെ? അതായത് ഒരു ക്ലയൻറ്റ് വിളിക്കാതെ വെറുതെ ഒരു ഹോട്ടലിൽ പോയി കഴിക്കാറുണ്ടോ? ഇഷ്ടം പോലെ പോവും. ഞാനിപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു 1 month ago പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഒരു കഞ്ഞിക്കടയിലാണ്. അത് വളരെ ഫേമസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇത് എല്ലാവരും ഇത് വെറും പ്രൊമോഷൻ മാത്രമല്ല, നമ്മളൊരു പേജ് നിലനിൽക്കണേ, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്ന ആളുകൾ കാണിക്കണം നമ്മളെ സ്റ്റൈലിൽ. അങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ള ഏരിയ ഏത് രാജ്യത്താണെന്ന് പറയാമോ? ഏത് രാജ്യത്താണെന്നോ? എനിക്ക് തോന്നിയിരിക്കുന്നത് എവിടെയാണെന്നോ? കരാമയിലായിരിക്കും അല്ലേ? UAE ആണ്. എത്ര ഹോട്ടൽ കാണും കരാമ ഭാഗത്ത്? എൻ്റെ കാഴ്ചപ്പാടിൽ 3000 കൊള്ളുന്നത്. 3000 എന്നല്ല, ഞാൻ നമ്മളെ സുഹൃത്തെന്ന് പറഞ്ഞത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് 6000 അത്ര ഉണ്ട്. ആഫ്രിക്കൻ ഹോട്ടൽസിൽ പോയിട്ടുണ്ടോ? ഞാനിതാ ഇപ്പോൾ ഇന്നലെ ഡിന്നർ കെനിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇവിടെ ഉണ്ട്. എവിടെയാ? നിങ്ങൾ എന്തായാലും ഒന്ന് കഴിക്കണോട്ടോ. അത് ഉറപ്പായിട്ടും ഇവിടെ ബർഷയിലാണ്. ഹാഷ്മി ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട് 1978 കെനിയ നൈറോബിയിൽ സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻ്റാണ്. അവരിപ്പോൾ ഇവിടെ ബർഷയിലുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ദുബായിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ഞാൻ ലാസ്റ്റ് ഒരു 2 months മുമ്പ് അവിടെ ഒരു വീഡിയോ ചെയ്തു. കാരണം നമ്മളെ സുഹൃത്ത് പറഞ്ഞ് അങ്ങനെ പോയതാണ്. വേറെ ബഹുലമായ ഫുഡാണ്. അതായത് ഒരു ഇന്ത്യൻ ടച്ച് വരുന്നൊരു കെനിയൻ ഫുഡാണ്. അങ്ങനെയാണ്. അതായത് ഇന്ത്യൻ ടച്ച് പറഞ്ഞാൽ ഒരു നമ്മുടെ തന്തൂരൊക്കെ പോലെ, പക്ഷേ ഒരു വേറെ അവരുടെ സ്റ്റൈലാണ്, കെനിയൻ സ്റ്റൈല്. ഈ കെനിയൻ ഡ്രൈവേഴ്സിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ കഴിക്കുകയാണ്. അപ്പോൾ ഈ കോണില്ലേ, എന്താ നമ്മുടെ കൂണല്ലല്ലോ, എന്താ സാധനത്തിൻ്റെ പേര്? സോറി,
ചോളം ഇവർ പൊടിച്ചിട്ട് അത് വെച്ച് എന്തോ ചപ്പാത്തി പോലൊരു സാധനം ഉണ്ടാക്കി അവരുടെ മെയിൻ ഭക്ഷണത്തിൽ ഒന്നാണ് അത്. അവർ റൈസിലൊക്കെ കോൺ ഒരുപാട് ഇടും. അതെ അതെ അതെ, അത് പൊടിച്ചു വെക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇത് അവരുടെ ഒരുപാട് ഡിഷ് ഉണ്ട് അവിടെ. എന്തൊക്കെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞേ. ചൂസ പറഞ്ഞ ചിക്കൻ ഉണ്ട്, അത് നമ്മളെ തന്തൂര് പോലെ പക്ഷെ വേറെ സ്റ്റൈലാണ്, ടേസ്റ്റ് ആണ്. അതുപോലെ പ്രോൺസ് തന്നെ ലെമൺ സ്റ്റൈലിലുണ്ട്. ഭയങ്കരമായ നാരങ്ങ കുറെ ഉപയോഗിക്കും. അതെ, നാരങ്ങ ഭയങ്കര വലുതായിട്ട് ഇത് ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു ഈ മസാല കുറവാണ്. പിന്നെ പുളി അവർ നന്നായിട്ട് യൂസ് ചെയ്യും, ടാമറിൻ്റെ അങ്ങനെയൊക്കെ. വേറെ നാഷണാലിറ്റീസിൻ്റെ കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? പിന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് നമ്മുടെ സിറിയ, ലെബനാൻ അവരുടെ ഭക്ഷണം. അറബിൽ പെടുമല്ലോ. അറബിൽ തന്നെ. അറബല്ലാതെ ഞാൻ കൂടുതൽ കഴിക്കാറ്. പിന്നെ ചൈനീസ് കുറവാണ്, കുറവാണ്. കൂടുതൽ എനിക്ക് ഏറ്റവും പ്രിഫർ ചെയ്യാനൊരു 50% അബവ് കഴിക്കാറ് അറബാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ എപ്പോഴും ട്രൈ ചെയ്യും. ചൈന പോയിട്ടുണ്ട്? ചൈന പോയിട്ടില്ല ഞാൻ. എനിക്ക് ചൈനീസ് ഫുഡ് വലിയ താല്പര്യമില്ല. സ്പൈസി സോസുകളുടെ ഒരു ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ മോമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സൈഡ്, നമ്മുടെ ഭൂട്ടാൻ ആ സൈഡിലത്തെ ഭക്ഷണമൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഡയറ്റീഷ്യൻ ഡോക്ടറും പറയില്ലേ ഇന്ന സാധനം കഴിച്ചാൽ പ്രശ്നമാണ്, പക്ഷെ മറ്റൊരു രാജ്യത്ത് അവരതായിരിക്കും കഴിക്കുക. അപ്പോൾ ഈ ശരീരം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയായിരിക്കും ഇതിനെ കൺസ്യൂം ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡിപ്പെൻസ് ഓൺ. അതിപ്പോൾ നമ്മളോട് പറയുമ്പോൾ തഴകൂടി പറയും കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ കഴിക്കരുത്, അധികം കഴിക്കരുത്, കാർബ് കുറക്കണം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ചില കൺട്രീസിൽ അവരെ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഇപ്പോൾ US അവരൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോ അവരുടെ മെയിൻ ഫുഡ് ഡിഷ്, അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ബാലൻസ് ചെയ്യുന്നുണ്ട് അവർ. ഇപ്പോൾ സാലഡ്സ് ആയാലും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ അറബ്സ് കഴിക്കുന്നത് നമ്മൾ പറയും അറബിക് ഭക്ഷണം നല്ലതാണ്, അത് കഴിച്ചാൽ മതി. ഇപ്പോൾ അറബ്സിൻ്റെ കൂടെ കൊടുക്കുന്ന കുറേ ലീഫ് കണ്ടിട്ടുണ്ടല്ലോ, ചെറു പോലത്തെ ലീഫ്, സാലഡ്സ്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഇത് കൊണ്ട് തരുമ്പോൾ നമ്മളിത് കഴിക്കില്ല. എന്തുകൊണ്ടായിരിക്കും മലയാളി സാലഡ്സ് അധികം കഴിക്കാത്തത്? ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ശീലമില്ലാത്തതുകൊണ്ട്. അതെ, അറബ് കഴിക്കുമ്പോൾ അറബ് സാലഡ് എടുത്ത് അത് ചിക്കൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കുക, അത് ചുരുട്ടി പിടിച്ച് ബ്രെഡിൻ്റെ കൂടെ എടുത്ത് കഴിക്കും. അത് അവൻ്റെ കൾച്ചർ അല്ല, അത് യൂറോപ്പിൻ്റെ കൾച്ചർ. അവൻ ആ കൾച്ചർ പഠിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഹെൽത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ടച്ചിങ്സിന് ഒരു ഇത് ഉപയോഗിക്കില്ല, നമ്മൾ ടച്ചിങ് അച്ചാറ് ഉപയോഗിക്കുള്ളൂ. സീരിയസ്ലി ഇല ഉപയോഗിക്കില്ല. ആ ഇലയ്ക്ക് ഒരു ചെറിയ കയ്പുള്ള ഇലയാണ്, പക്ഷെ ഭയങ്കര ഹെൽത്തി. പക്ഷെ ഇപ്പൊ കൊച്ചിയിലൊക്കെ അത് അത്യാവശ്യം ആളുകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ. ഇഷ്ടംപോലെ ലെറ്റൂസോ അങ്ങനെ എന്തോ അല്ലേ? അത് ലെറ്റ്യൂസ് അല്ല, ഇതിന് ജർജർ ലീവ്സ് എന്നാ പറയാ. ലെറ്റ്യൂസ് ഉണ്ട്, ലെറ്റ്യൂസ് പറയുന്നുണ്ട്. നമുക്ക് ചീര, മൈസൂർ ചീരയും 2 കളറുള്ള ചീര മാത്രമേ അറിയത്തുള്ളൂ. അതൊക്കെ കഴിച്ചാൽ തന്നെ പിന്നെ മുരിങ്ങയുടെ ഇലയൊക്കെ നമുക്ക് തരത്തുള്ളൂ. ചില സമയത്ത് ഈ വഴുതനയുടെ തണ്ടൊക്കെ എടുത്ത് തള്ളകറി വെച്ച് തരും, സോറി മമ്മി കറി വെച്ച് തരും. അങ്ങനെയുള്ള സാധനങ്ങൾ, നാടൻ സാധനങ്ങൾ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ചീര കൂടുതൽ ഇഷ്ടം. ചീര ഇഷ്ടം. ലീഫിലെ ചീര, മുരിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത് മുരിങ്ങയാണ് കൂടുതൽ. ഇത്രയും രാജ്യത്ത് പോയി ഇത്രയും ഫുഡ് കഴിച്ചിട്ടുണ്ട്. ബാസിം ഇഷ്ടപ്പെട്ടല്ലേ? അല്ല, അത് ഇഷ്ടപ്പെട്ട ഫുഡ് പറയണ്ട. അല്ല, അത് ചോദ്യം ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അതെ, അതല്ല ചോദിച്ചത്. ബാസിം സ്വന്തമായി ഉണ്ടാക്കി കഴിച്ച ഒരു ഭക്ഷണം, സ്വന്തമായിട്ട് വളരെ ഡിഫിക്കൽട്ടി ആയിട്ട് ഉണ്ടാക്കി കഴിച്ച ഭക്ഷണം നമ്മുടെ ഓംലെറ്റ് ആണ്. ഓംലെറ്റ്. പിന്നെ ചായ ഉണ്ടാക്കുമോ? ചായ ഉണ്ടാക്കും, അതൊക്കെ വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇത്രയും അഭിപ്രായം പറയുമ്പം എന്തുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കാത്തത്? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല എന്തുണ്ടാക്കിയാലും. ഞാൻ 3 മണിക്കൂർ കൊണ്ട് മീൻകറി വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ കൊണ്ടല്ലേ? 3 മിനിറ്റ്. ഇപ്പോൾ 3 മിനിറ്റ് ഇപ്പോൾ റെഡി ടു ഈറ്റ് ഒരുപാട് സാധനം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അല്ല, എന്നാലും ഒരു ഹോട്ടൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇപ്പം ആഗ്രഹമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല പറഞ്ഞാൽ നെവർ. അപ്പോൾ ഏത് വ്യക്തി ഒരു ഹോട്ടൽ തുടങ്ങിയാലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തൊരു ഭക്ഷണം നമുക്ക് ഇന്ന് കൊടുക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർ ടേസ്റ്റ്, ഞാൻ പറയാം, ടേസ്റ്റ് ബഡ്സും ടേസ്റ്റ് പ്രിഫറൻസും അനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന 100 പേര് വന്നാൽ അതിലൊരു 70 ഏറ്റവും ബെസ്റ്റ് ഫുഡാണെങ്കിൽ തന്നെ ഒരു 70% പേരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും 100% സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എത്ര നല്ല ഭക്ഷണമാണെങ്കിൽ പോലും. അത് 2 ഐറ്റം മാത്രം കച്ചവടം ചെയ്യണം, അത് മാത്രം കഴിക്കാൻ ആൾ വന്നാൽ മതി. പക്ഷെ എന്നാലും അതിനും കുറ്റം പറയാൻ ആളുകൾ. അത് കുറ്റമല്ല, അത് ഓരോരുത്തർ പ്രിഫറൻസാണ്. പക്ഷെ വേണം വെച്ച് കുറ്റം പറയുകയാണെങ്കിൽ അങ്ങനെ അത് വേറെ ഉണ്ട്, അല്ലാതെ ആണെങ്കിലും. ഈ വയനാട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ അത്യാവശ്യം നമ്മളെ
അസോസിയേഷൻ ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് നാട്ടിലുള്ളതാണ് ഇവിടെ ഉള്ളതാണോ? നാട്ടിലുള്ളതാണ്. അത് എന്താണ് അതിൻ്റെ ഒരു ആ കമ്മിറ്റിയുടെ ഒരു പരിപാടി? നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കൊരു ഏകകണ്ഠമായ ഒരു തീരുമാനങ്ങൾ എടുക്കാതെ ഇപ്പോൾ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസസും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് നമ്മളെ ഖാദർ എന്ന് പറയും, ഖാദർ കരിപ്പൊടി. മീഡിയയിലൊക്കെ ഉള്ള ആളാണ്, ഒരു ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. പബ്ലിക് കേരള. പബ്ലിക് കേരള. പബ്ലിക് കേരള. ഓക്കെ ഓക്കെ. പിന്നെ പ്രസിഡന്റ്, പിന്നെ ജനറൽ സെക്രട്ടറി അറിയാം, നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന സായി, സീക്രട്ട് ഏജന്റ്. ഓക്കെ ഓക്കെ. പിന്നെ ട്രഷറായിട്ട് നമ്മളെ മൊയ്നൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൊയ്നൂക്ക് കുറച്ച് ഏജ്ഡ് ആയ ആളാണ്. ആളാണ് നമ്മളെ സീനിയർ ആള്. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, മോർ ദാൻ 100 അടുത്തുണ്ട്. എല്ലാ കാറ്റഗറിയിലെ ആളുകളും ഉണ്ട്. ഈ കണ്ടന്റ് ദാരിദ്ര്യം വരാറുണ്ടോ? കണ്ടന്റ് ദാരിദ്ര്യം വരാറില്ല, കാരണം നമ്മളെല്ലാ നേരം ഭക്ഷണം കഴിക്കുന്നതാണ്. ഈ പുതിയ പുതിയ വ്ളോഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്താണ് നിങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യണേ? എന്താ പറയുക, നമ്മളൊരു പണ്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു മേഖലയിൽ നമ്മളൊരു സംഭവം ഉണ്ടാക്കിയോണ്ട് നമ്മൾ ഇന്നും അതേ ഇതിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ടന്റ് ദാരിദ്ര്യം അല്ലെങ്കിൽ പുതിയ ആൾ വന്നപ്പോൾ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യുന്നില്ല. നമ്മളെ സ്റ്റൈൽ നമ്മൾ ഇന്നും പോകുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുത്തിയാലും സുഖമായിട്ട് ഇതുവരെ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഭക്ഷണം കഴിക്കാനാണ്? തീർച്ചയായിട്ടും. രാത്രി എന്താ കഴിക്കുക? എല്ലാം കഴിക്കും. ഇന്ന ഫുഡൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൊന്നുമില്ല? ബ്രേക്ക്ഫാസ്റ്റ് നോർമലി കേരള സ്റ്റൈൽ കൂടുതൽ ഇഷ്ടം. കൂടുതലും കഴിക്കുന്നത് വെജാണോ നോൺ വെജാണോ? ബ്രേക്ക്ഫാസ്റ്റോ? ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിക്കുന്നത് വെജ് തന്നെയാണ്. ഒരു ഫുഡ് ബ്ലോഗർ ആകാൻ താല്പര്യപ്പെടുന്ന ഒരു ആളോട് എന്ത് ഉപദേശിക്കുകയും കൊടുക്കുക? എന്നോട് മത്സരിക്കരുതെന്നല്ല, അല്ല, ആരും ഈ മേഖലയ്ക്ക് വരേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അങ്ങനെ വരുന്നാലേ ആരും വരായിരിക്കുള്ളൂ. എന്താ നമ്മൾ ചെയ്യുന്ന ഒരു വേറൊരാളെ കണ്ടിട്ട് വ്ളോഗ് തുടങ്ങരുത്. നമ്മളെ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളെ എങ്ങനെയാണോ അതിൻ്റെ റിയലായിട്ട്, ഇപ്പോൾ വ്ളോഗിങ്ങിനായിട്ട് എന്താ ഒരു ബോഡി ലാംഗ്വേജോ ഒരു ലാംഗ്വേജോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്റ്റൈലോ ഒന്നും തുടങ്ങരുത്. സ്വന്തം എന്താ ഉള്ളത് തുടങ്ങുക. അങ്ങനെ ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ ചില ഹോട്ടൽസിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി കഴിയുമ്പം ആ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാനൊക്കെ ബില്ല് കൊടുത്തിട്ട് ചേട്ടാ അത് കൊള്ളൂല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു പ്രാവശ്യം അതെന്താ കൊള്ളാത്തേ എന്ന് ചോദിച്ചിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരോട് ഹോട്ടലുകാരോട് പറയണമല്ലോ, അത് നമ്മളോടൊന്നും പറയില്ല. എന്താ പറയുക, നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അപ്പോൾ ആ സാധനം ചില റെസ്റ്റോറൻറ്റ് പോയി ഞാൻ പറയും പൊറോട്ട എടുക്കണ്ട കേട്ടോ പറയും. നിങ്ങളോട് പിന്നെ പറയും. കാരണം നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാകുമ്പോൾ അവർ ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യും, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കാമല്ലോ, പക്ഷെ ഓരോ ഒരു ഇത് വെച്ചിട്ട് പൊറോട്ട അങ്ങനെ എടുക്കണ്ട കേട്ടോ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അല്ല കുഴപ്പമില്ല, അല്ല വേണ്ട, അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു മൂടാണ് പോകും. ഭക്ഷണത്തോട് പ്രണയമാണോ ഇഷ്ടമാണോ എന്താണ്? പ്രണയം ഇഷ്ടം ഒന്നല്ലേ? അല്ല, രണ്ടല്ലേ? ആണോ? പ്രണയമുണ്ടോ? ഭക്ഷണത്തോടല്ല, മറ്റേ പ്രണയമുണ്ടോ? പ്രണയമുണ്ട്. പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. പ്രണയിച്ചോണ്ട് പുള്ളിക്കാരി എങ്ങനെ കണ്ടേ? ആരെയാന്ന് ഇല്ലല്ലോ. അല്ല ആരെയല്ല, ഞാൻ എവിടെയെന്ന് ആലോചിച്ചു. ആരെയെന്ന് ഒരിക്കലും ആലോചിക്കില്ല, കാരണം അവളിപ്പോ ഇന്റർവ്യൂ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ ആണോ കാണുന്നത്. അപ്പം പുള്ളിക്കാരി ഈ നിങ്ങളുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടതാണോ? അങ്ങനല്ല, എൻ്റെ നാട്ടുകാരിയാണ്. വീട്ടിൽ നിന്ന് വളരെ അധികം ദൂരമുണ്ട്, ഒരു 1 കിലോമീറ്റർ താഴെയാണ്. അങ്ങനെ കണ്ട് ചെറുപ്പത്തിലറിയാം. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ്, അതായത് ഞാൻ പഠിക്കുന്ന സമയത്താണ് പേജുള്ളത്. സമയത്തിനോട് ഭക്ഷണം സജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തോ തോന്നുന്നു, എവിടെ പെരുന്തൽമണ്ണയിൽ ഭക്ഷണം എവിടെ കിട്ടുന്നത് അങ്ങനെ എന്തോ ഓർമ്മയിട്ടില്ല, കാരണം ഒരു 5-6 വർഷം മുമ്പത്തെ ചാറ്റാണ്. പുള്ളിക്കാരി ഭക്ഷണത്തോടെ എങ്ങനെയാ? നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ നിങ്ങൾ നിൽക്കാൻ കഴിഞ്ഞ അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ പുള്ളിക്കാരി ചോദിക്കില്ല നമുക്കിനി ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എന്നും പുറത്ത് കഴിച്ചാൽ മതി? ഒരുവിധം പുറത്ത് തന്നെ കഴിക്കാറ്. അപ്പോൾ എന്താ വിവാഹ സങ്കല്പമൊക്കെ എന്താ? വിവാഹം കഴിഞ്ഞ സങ്കല്പം പറഞ്ഞ കാര്യമില്ലല്ലോ. ഞങ്ങൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ പഠിച്ചത് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളതിൻ്റെ കൂടുതൽ ഷൂട്ടുകൾ വരെ കോഴിക്കോടാണ് ഉണ്ടാവുക. നമ്മളങ്ങനെ നമ്മൾ കാണുന്നതും അവിടെ വെച്ചിട്ടാണ് ഇഷ്ടത്തിലാവുന്നതൊക്കെ. നമ്മൾ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഭക്ഷണം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നാറുണ്ടോ? ഇതൊക്കെ ഭയങ്കര കേടല്ലേ എന്ന് ആലോചിച്ച് നോക്കിയും അല്ലേ? ഒരു പരിധി വരെ ഇപ്പോൾ നമ്മളൊരിക്കലും വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം, ഹൈജീനോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരിക്കലും നമുക്ക് ഹോട്ടലിൽ കിട്ടില്ല. സത്യമാണ്. നമ്മളൊക്കെ അതിൻ്റെ ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഇതാണ് നമ്മളെ ജോലി, അതായത് നമ്മളെ ശരീരം നമ്മൾ കേടുവരുത്തിയിട്ടുണ്ട്.
മാക്സിമം നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും അല്ല കേട്ടോ, എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സും അങ്ങനെയാണെന്നല്ല പറയണത്. ഹൈജീനെ അല്ലാത്ത ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്ത ചില റെസ്റ്റോറൻറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല. അതായത് ഹെൽത്തിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇതുവരെ ഒന്നും വന്ന് എൻ്റെ അറിവിലില്ല. എങ്കിൽ പോലും ഒരിക്കലും ഹൈജീൻ ആവാത്ത ഒരുപാട് റെസ്റ്റോറൻറ്റ് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ചൂണ്ടി പറയാനൊന്നുമില്ല, കണ്ടിട്ടില്ല ഒന്നും. കേരളത്തിലുള്ള നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഫുഡ് ബ്ലോഗറിൻ്റെ പേര് പറയാമോ? വളരെ ക്ലോസ് ആയപ്പോൾ ഞാനിപ്പോൾ കോൺടാക്റ്റ് വളരെ കുറവാണ് എല്ലാവരോടും. ഒരുപാട് പേരെ നമ്മൾ കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കേരള ഫുഡിൻ്റെ ഗോവിന്ദ് ഉണ്ട്, നമ്മുടെ സുഹൃത്താണ്. പിന്നെ വേറെ സൈഡിൽ ഇപ്പോൾ കാലിക്കറ്റൊക്കെയാണ് അശ്വലുണ്ട്, കോഴിക്കോട്ട് എന്ന് പറഞ്ഞ ആൾ ഉണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് ഈറ്റ് കൊച്ചി ഈറ്റ് ഉണ്ട്, നമ്മളെ കാർത്തികിനൊക്കെ പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈറ്റ് കൊച്ചി ഈറ്റ് ഒരാളല്ല, ഒരു കൂട്ടായ്മയാണ്. അതിലെ കാർത്തിക്കാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഒരാളല്ലേ മരിച്ചു പോയത്? അത് രാഹുൽ മരണപ്പെട്ടു. പരിചയമുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അറിയില്ല, ഞാൻ ന്യൂസിൽ. അതൊരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു കേട്ടോ. നമ്മളിൽ കൊച്ചിയിലുള്ളപ്പം ആ പേജ് കയറി നോക്കി ഇന്ന ഹോട്ടലിൽ ഇപ്പം എനിക്ക് കൊണ്ട് നെല്ലിക്കയുടെ ഒക്കെ അവരാ ചെയ്തത്. ഒരു കഞ്ഞി കിട്ടുന്ന കടയുണ്ട്, നെല്ലിക്ക കഞ്ഞി കിട്ടുന്ന കാക്കനാട് ഒരു കടയുണ്ട്, അതൊക്കെ അവരാ പറഞ്ഞത്. അപ്പോൾ രാഹുൽ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തതായിരുന്നു തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. അതെ, കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും ഇപ്പം നിങ്ങൾക്ക് ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ അറിഞ്ഞ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇതിന് ഓഫീസുണ്ടോ? ഇതിന് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടോ? ഇല്ല, എന്നെ നേരിട്ട് വിളിക്കുന്നു, ഞാൻ പോകുന്നു. ഈ ഇന്ത്യക്ക് അല്ലാതെ കേരളത്തിന് പുറത്തെ ഷോപ്പുകളിലേക്ക് മലയാളികൾ വിളിച്ചിട്ടുണ്ടോ? ഇപ്പം കൽക്കട്ടയൊക്കെ പോയിട്ടുണ്ടോ? കൊൽക്കട്ട പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ട്, ഇതെല്ലാം മെട്രോ സിറ്റിയും എല്ലാം കവർ ചെയ്തതാണ്. ചെന്നൈ. ഏത് നഗരങ്ങളിലാണ് കുറച്ചും കൂടെ വെറൈറ്റി നല്ല രസമുള്ള ഫുഡ് കിട്ടുക? എനിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഹൈദരാബാദാണ്. ഹൈദരാബാദാണ്. അതായത് ഡൽഹിയിൽ ഹൈജീൻ വളരെ കുറവായിരിക്കും. ഹൈജീൻ വൃത്തിയുള്ള സാധനമല്ല. എല്ലാവരും ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ ഭയങ്കര അഭിപ്രായം പറയും, ജമാ മസ്ജിദിൻ്റെ അടുത്തൊക്കെ. ഭക്ഷണം നമുക്ക് ഈ ഒരു ലെവൽ വരെ നോക്കാൻ പറ്റും, താഴോട്ട് നോക്കാൻ പറ്റില്ല. ഭക്ഷണം സെർവ് ചെയ്യുന്ന താഴത്തൊക്കെ പല എലി ചത്ത് കിടക്കുന്നതൊക്കെ ഉണ്ടാവും. എന്നാലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പഴുതി കഴിക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഷാജിയേട്ടാന്ന് പറയുമ്പോൾ. രുചി ഉണ്ടല്ലോ ഷാജിയേട്ടാ. ഉണക്കമീനിന് രുചിയുണ്ട് പറഞ്ഞ പോലെ. ഓക്കെ, എനിക്ക് ബാസിം വന്നപ്പോൾ മുതൽ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് വെള്ളം ഊറിനെന്ന് മനസ്സിലാവുന്നില്ല ഇതുവരെ. ഇവിടെ എവിടെ കൂടുതൽ ഭക്ഷണം കഴിക്കാറ്? ഞാൻ ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കും. ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടുത്തെ? എനിക്കിവിടെ ഷാർജയിൽ ഒരു സുനീസ് കിച്ചൺ ഉണ്ട്. സുനീസ് കിച്ചണോ? കേൾക്കണം. സുനീസ് കിച്ചണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡ്. അതെ, ഷാർജയിൽ താമസം. ഷാർജയിൽ എവിടെയാണ്? അബുഷാര തന്നെയാണ് താമസം. സുനീസ് കിച്ചണാണ്. ഞങ്ങൾ എപ്പോഴും അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ വേറെ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. മീൽസ് ഒക്കെ ചോറായിക്കോട്ടെ, മീനിൻ്റെ തലക്കറി ഭയങ്കര ഇഷ്ടം. ഞാൻ ആഴ്ചയിൽ 3 ദിവസം തലക്കറി കഴിക്കും. വലിയ തലക്കറി. കൊടംപുളി ഇട്ടാലും തലക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിച്ചിരുന്ന കൊല്ലത്തുനിന്നാണ്. തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ, അവിടെ അത്രയും മാത്രം ഫിഷ് ഒന്നുമില്ല, കുറച്ചേക്കുള്ള. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിര കിളിമീനൊക്കെ ആയിരുന്നു. കൊല്ലത്ത് വന്നപ്പോൾ വൈവിധ്യമാർന്ന മത്സ്യം കണ്ടു. നീണ്ടവരെ പോയി വാടിയിലൊക്കെ പോയി ലേലം പിടിക്കാൻ തുടങ്ങി. അപ്പം കൊല്ലത്ത് എവിടെ വൈഫിൻ്റെ വീട്? കേരളപുരം. അപ്പോൾ അങ്ങനെ കൊല്ലത്ത് ഞാൻ മീൻ കഴിക്കാനും വന്നിട്ടുണ്ട്, പിന്നെ മട്ടൻ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൊല്ലത്തൊക്കെ പോവാം. ഫിഷ് എല്ലായിടത്തും ഫിഷിൻ്റെ വെറൈറ്റി എവിടെ കൂടുതൽ കഴിച്ചേക്കണേ? കൊല്ലം തന്നെ ഒരുപാട് കഴിച്ചിട്ടുള്ളത്. പിന്നെ കഴിച്ചിട്ടുള്ളത് മംഗലാപുരമാണ്. മംഗലാപുരം ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് ആണുള്ളത്. പിന്നെ ആലപ്പുഴ അറിയാലോ, അവർ കരിമീനും അങ്ങനെയൊക്കെ ആയിട്ട്. വീട്ടുകാരോട് ട്രാവൽ ചെയ്ത രാജ്യങ്ങൾ ഇറക്കിയ രാജ്യങ്ങൾ കുറവാണ്. കൂടുതലായിട്ട് ഞാൻ പിന്നെ വൈഫാണ് ഉണ്ടാവാറ്, അങ്ങനെയൊക്കെ ആയിട്ട്. വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? വൈഫിന് ഏറ്റവും ഇഷ്ടം കോണ്ടി, അറബിക്, പിന്നെ എന്നെയാണ്. അതെ, എന്നെയാണ്. ഈ നിഷ്കളങ്കത എപ്പോഴും കൂടെ ഉണ്ട്. അതെ, അഭിനയമാണ് കേട്ടോ ഫുള്ള്. അതെ, ഞങ്ങൾ അഭിനയം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അങ്ങനെ വെച്ചാൽ ഫുൾ പ്ലാൻഡ് ഇന്റർവ്യൂ ആണെന്നല്ലേ? ഫുൾ പ്ലാൻഡ് ആണ്. അപ്പോൾ എന്തായാലും വന്നതിന് ഒരുപാട് സന്തോഷം. ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ നിങ്ങളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ കിച്ചണിലേക്ക് എന്തായാലും പോകണം. സുനീസ് കിച്ചണിൽ എന്തായാലും പോകണം. സുനീസ് കിച്ചണിൽ പ്രത്യേകം ഞാൻ അഡ്വർടൈസിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ ഫുഡ് ഫ്രീ ആയിട്ട് തരണം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വാങ്ങണം, ഫുഡ് തീർച്ചയായും സുനീസിൽ പോകണം. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കടയാണ്. ഊണായിക്കോട്ടെ, എല്ലാ കറികൾക്കും ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളത് റെസ്റ്റോറൻറ്റ് തന്നെയല്ലേ? റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവർ കോട്ടയംകാരാ. അതെ. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ, പക്ഷെ എപ്പോഴും തിരക്കാണ് അവിടെ. കോട്ടയത്താണ് കൂടുതൽ കൊടംപുളിയൊക്കെ ഉപയോഗിക്കുന്നത്. അതെ, നമ്മൾ കൊടംപുളി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം. ഞാൻ പഠിച്ച് വാഗമണ്ണായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കോട്ടയംകാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നമ്മുടെ ഫിഷിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, മാങ്ങാക്കറിയാണോ? അല്ല, മാങ്ങാക്കറിയല്ല, കൊടംപുളി ഇട്ട അല്ലല്ല, അതല്ല.
മീനിന്റെ തോരൻ പോലെ ആ മുട്ടത്തോരൻ, പീര പീര ആ പീരത്തോരൻ, ഫിഷ് പീര ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് പീര മത്തിയിട്ട് വെക്കും, ടേസ്റ്റാണ്. പിന്നെ തേങ്ങയൊക്കെ ആയിട്ട് തേങ്ങയൊക്കെ ഇട്ട്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വെക്കും. വയ്ക്കൂല്ലേ? മത്തിയും മറ്റേ ചെറുമീനില്ലേ, ആ കൊഴുവ. കൊഴുവ. നിങ്ങളുടെ അവിടെ നാട്ടിൽ കൊഴുവ എന്ന് പറയാം. നിങ്ങളുടെ ഞങ്ങളുടെ വത്തൽ, നത്തോലി വത്തൽ. നത്തോലി എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ കൊഴുവ ഞങ്ങളുടെ വത്തൽ എന്നാ പറയാം. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നാലും തീരില്ല കേട്ടോ, കാരണം അത്രയും ഭക്ഷണം, വിശപ്പ് തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും നമുക്കിരിക്കാം, ഇനിയും വരണം ദുബായിൽ വരുമ്പോൾ. എന്തായാലും വരാം. സുനീസ് കിച്ചണിൽ എന്തായാലും പോകുന്നുണ്ട്. ഓക്കെ, അവർക്ക് കൂടുതൽ പരസ്യമായി. അതെ പരസ്യത്തിൻ്റെ ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കുന്നവരെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്താൽ കുഴപ്പമില്ല. എന്തായാലും നന്ദി. ആയിക്കോട്ടെ, ഓക്കെ.